എല്ലാവർക്കും പിന്നീട് പുറകെ നടക്കാനേ നേരുള്ളൂ. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ റീൽസ് താരം ജുനൈദിന്റെ മരണം അറിഞ്ഞതാണ്. അദ്ദേഹം ബൈക്കുമായിട്ട് പോയപ്പോൾ നിയന്ത്രണം വിട്ട് ഒരു മൺകൂനയെ ചെന്നിടിച്ച് മരണപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചർച്ചയുണ്ടായി. അദ്ദേഹം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടീനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു, നഗ്ന വീഡിയോകൾ എടുത്തു, ആ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള പരാതി വന്നു. അദ്ദേഹത്തിനെ കുറച്ച് നാൾ ജയിലിൽ പിടിച്ചിട്ടു. പിന്നീട് ജാമ്യത്തിലിറങ്ങി എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു വോയിസ് പുറത്തു വിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ സുഹൃത്തിനോട് ഈ ജുനൈദ് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഈ ചാനലിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണാൻ ഇടയായി. അപ്പോൾ ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ജുനൈദിൻ്റെ അദ്ദേഹത്തെ ന്യായീകരിച്ചോ സപ്പോർട്ട് ചെയ്തോ അത് കുറ്റപ്പെടുത്തിയോ രീതിയിലൊന്നും ഞാൻ ചർച്ച ചെയ്തില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാൻ പറ്റില്ലാത്തതുകൊണ്ട്, കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് കാര്യം പുറത്തു വരാതെയാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. കാരണം പല സംഭവങ്ങളും ഇപ്പോൾ എന്ത് ഇത് വന്നാലും സ്ത്രീകളുടെ ഭാഗത്താണ്, സൈഡായിട്ടാണ് നിയമങ്ങൾ വരുന്നത്. കുറേ നാൾ സ്നേഹിച്ചു കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പീഡനം എന്നുള്ള പേരിലാണ് കേസ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് സത്യം ഏതാണെന്ന് അറിയത്തില്ല. സ്ത്രീയുടെ മേലാണ് ഇപ്പോൾ എല്ലാ ന്യായീകരണങ്ങളും കാര്യങ്ങളും നിയമവും എല്ലാം ഉള്ളതുകൊണ്ട് അവർക്കതൊരു കച്ചി തുരുമ്പ് പോലെയായിട്ട് കണക്കാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്തതാണോ എന്ന് അറിയാൻ പറ്റില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതേതായാലും ഈ സുഹൃത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ആ സുഹൃത്തിനോട് ഈ ജുനൈദ് മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കരഞ്ഞു പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടല്ല, ഞാൻ അവളെ അത്രയധികം സ്നേഹിച്ചതായിരുന്നു, പക്ഷെ ഇങ്ങനെ വരുമെന്ന് എന്നെ ട്രാപ്പിൽപ്പെടുത്തിയതാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ അങ്ങോട്ടാണ് കയറി പ്രേമിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിനെ ഇങ്ങോട്ട് സ്നേഹിച്ച് വശീകരിക്കുകയെന്ന് ചെയ്തത്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ തമ്മിലുള്ള അടുപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടെന്ന് തോന്നി കഴിഞ്ഞപ്പം ട്രാപ്പിൽ അകപ്പെടുത്തുകയാണ് ചെയ്തത്. അത് വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അപ്പോൾ അത് ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഇത്രയും നമ്മളൊരാളെ വിശ്വസിച്ച് സ്നേഹിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തൻ്റെ സ്വന്തമാണെന്ന് കരുതുന്നയാൾ ഈ രീതിയിൽ ഒരിക്കലും നമ്മളെ ഇങ്ങനെ ചതിക്കുമെന്ന് കരുതാതെ വരുമ്പോൾ ഒരുപാട് വിശ്വാസത്തിന് മങ്ങലേൽക്കുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും. അങ്ങനെ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു ജുനൈദ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നുപോയത്. ആ സമയത്ത് തൻ്റെ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് തന്നെ കരഞ്ഞാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് പോലും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിഷമം മുഴുവനും പറയുകയാണ്. പക്ഷേ ഇത് കുറച്ച് ദിവസം മരണപ്പെട്ടതിന് ശേഷമാണ് ഇത് പുറത്തു വന്നത്. പക്ഷേ ഈ സുഹൃത്തിന് അത് നേരത്തെ ഇത് അറിയിക്കുമായിരുന്നെങ്കിൽ ഇത് കുറേയെങ്കിലും നമുക്ക് സത്യം എന്താണെന്ന് മനസ്സിലാകാമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വീഡിയോകളിലൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ ഇദ്ദേഹത്തെ പുച്ഛിച്ച് കളിയാക്കിയ രീതിയിലായിരുന്നു. അതായത് പെണ്ണുപിടിയെ കിടന്ന് കാണിക്കുന്ന രീതിയിലും അത്രയും താഴ്ത്തി കെട്ടിയാണ് ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ കമൻറ്റുകളിൽ നമ്മൾ കാണുന്നത്. അത്രയും മോശമാക്കി. കാരണം ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെയായിരുന്നു ഇതുപോലെ വഴിയായിരുന്നത്. ഇങ്ങനെ പലരോടും ഇദ്ദേഹം ഈ കാര്യങ്ങൾ പറയുമായിരുന്നെങ്കിൽ, ഒരാളെങ്കിലും അത് പുറത്ത് വിടുമായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പം ഇത്രയും മനപ്രയാസപ്പെട്ട് വണ്ടി ഓടിച്ചത് കൊണ്ടാണ് അങ്ങനെ നിയന്ത്രണം വിട്ട് തന്നെ ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം പോവുകയില്ലായിരുന്നു. ആരെങ്കിലും ഒരാളൊരു സപ്പോർട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരികയില്ലായിരുന്നു. കാരണം ഇപ്പം നിയമം മുഴുവനും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. അവർ കള്ളക്കേസുണ്ടാക്കി ആളുകളെ തന്നെ പേടിപ്പിച്ചു എന്നുള്ള രീതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്താണ് കൂടുതലും നിയമം നിൽക്കുന്നത്. അതൊരു കച്ചിത്തുരുമ്പാക്കി സ്ത്രീകൾ അതിനെ മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമായിട്ട് തന്നെയാണ് ജുനൈദിൻ്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത്.
എൻ്റെ ആവശ്യം കഴിഞ്ഞു. രണ്ടുപേരും ഇത് പീഡനമെന്ന് പറയാൻ പറ്റില്ല. ഇവർ തമ്മിൽ സ്നേഹിച്ചായിരുന്നു. രണ്ടുപേരുടെ അറിവോടുകൂടിയാണ് ഇവർ സുഖിച്ചിരിക്കുന്നത്. ആ സുഖം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പീഡനമായിട്ട് വരുവാണെങ്കിൽ അതെന്തൊരു പീഡനമാണത്? ഒരാളെ നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കുകയാണെങ്കിൽ അതൊരു പീഡനമെന്ന് പറയാം. ഇത് വിളിച്ചപ്പോൾ ഹോട്ടൽ മുറിയിൽ വരികയും ചെയ്തു, താല്പര്യങ്ങൾക്കനുസരിച്ച് കിടന്നു കൊടുക്കുകയും ചെയ്തതിന് ശേഷം പീഡനമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. രണ്ടുപേരുടെയും മനസ്സറിവോടുകൂടി പ്രായപൂർത്തിയായവരാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പിന്നീട് പീഡനമെന്നും പറഞ്ഞൊരു സ്ത്രീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ് കാര്യമിരിക്കുന്നത്? അങ്ങനെ ഒരിക്കലും നിയമം അനുവദിക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനി സ്ത്രീകൾക്ക് എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ വശീകരിച്ച് അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിന്ന് കൊടുത്ത് കാര്യങ്ങളെല്ലാം നടന്നു കഴിയുമ്പം അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷന് എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്? അദ്ദേഹത്തിനെ ട്രാപ്പിലാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സ്ത്രീ എന്ന് പറയുമ്പോൾ. അപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നിയമം അനുകൂലമായിട്ട് കൊടുക്കാൻ പാടില്ല. കറക്റ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രമേ കേസ് ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് എന്തായാലും ജുനൈദിൻ്റെ വോയിസ് നമുക്ക് കേൾക്കാം. എടാ ഇയാളെ സമാധാനിക്ക്, ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. എന്റെ പൊന്നട നീന്ന് സമാധാനിക്ക്. ആരും ഇല്ലെന്ന് തോന്നുന്നത്, നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ലെന്നൊക്കെ തോന്നും. പിന്നെ വേറൊരു കാര്യം, അത് സത്യമാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് നമുക്ക് ആരും ഇല്ല നമ്മൾ വിശ്വസിച്ച് നമ്മൾ നിൽക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നാളെ മരിച്ചുപോയ നമ്മൾ കബറിൽ ഒറ്റയ്ക്കല്ലേ, ജനിച്ചത് ഒറ്റയ്ക്കല്ലേ, അപ്പൊ ജീവിക്കുന്നതും എല്ലാരും കൂടെ വേണം, നിർബന്ധിക്ക് വെക്കാൻ പറ്റത്തില്ല. ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിഷമം എന്തോരമാണെന്ന്. തന്നെ ട്രാപ്പിൽ പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ സുഹൃത്തിനോട്. ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തിൻ്റെ അടുത്ത് നമുക്ക് അത്രയും നുണ പറയുന്നതായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ അത് സത്യം തന്നെയായിരിക്കാം. പക്ഷെ എന്നാൽ അത് അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു തരും എന്നൊരു വീഡിയോയിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത് തെളിയിച്ചു തരാൻ ഇന്ന് ഈ ലോകത്ത് അദ്ദേഹം ഇല്ല. വളരെയധികം വിഷമകരമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ആ സംഭവം ഓർക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒടുവിൽ അവസാന നിമിഷങ്ങളിൽ ഒരുപാട് താൻ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ടു, സമൂഹത്തിൽ അത്രയും വിഷമം അനുഭവിച്ചു എന്നറിയുമ്പോൾ തന്നെ താൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും തൻ്റെ പുറകെ നടന്ന് തന്നെ സ്നേഹിച്ച് വീഴ്ത്തിയിട്ട് തൻ്റെ മനസ്സിലെ സ്നേഹം മുഴുവൻ പിടിച്ചു വാങ്ങിയിട്ട് തനിക്ക് ലോകത്തിൽ അവൾ അത്രയും വലിയ സ്ഥാനം താൻ കൊടുത്തിട്ട് തന്നെ ഇതുപോലൊരു കേസിൽ അകപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമമാണ്. അതാണ് ആ മനുഷ്യൻ്റെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അത്രത്തോളം അദ്ദേഹം സ്നേഹിച്ചു. അതൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു ഇതല്ലാതായിപ്പോയി ജീവിതത്തിൽ. അപ്പം സുഹൃത്ത് പറയുന്നുണ്ട്, പോട്ടരാവേ പോട്ട്, നമ്മൾ ഒറ്റയ്ക്കല്ലേ വന്നത്, നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ, അപ്പം അതൊന്നും വിഷമിക്കേണ്ട, അതോർത്തൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും ഒരേ മൈൻഡുള്ള ആൾക്കാരല്ല, പലരും പല മൈൻഡുള്ള ആൾക്കാരാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നേരിടുന്നത്? ചിലർ നല്ല ധൈര്യത്തോടു കൂടി നേരിടുന്നവരുണ്ടാകാം. പക്ഷെ ചിലരുടെ മനസ്സിൻ്റെ കട്ടി കുറവാണ്, അവർക്ക് എല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ സമയത്ത് ചിലർ മെൻ്റലി തന്നെ ഷോക്കായി പോകും. ചിലരത് കുറച്ച് ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് കുറേയൊക്കെ സോൾവ് ആയി പോയി കഴിയും. പക്ഷേ അതുപോലെ പറഞ്ഞു നോക്കിയതാണ്. അന്നേരം ഒരു പെൺകുട്ടിയാകുമ്പോൾ തൻ്റെ സുഹൃത്തുമ്പോൾ അതിനോട് പറയുമ്പോൾ അവൾക്കൊരു പരിധിയുണ്ട് ഇതിൽ ഇടപെടുന്നത്. എന്നാൽ കുറേ ആളുകളുടെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞ് തൻ്റെ ആൺ സുഹൃത്തുക്കളുടെ അടുത്ത് തന്നെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു പരിധി വരെ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആ പ്രശ്നം സോൾവ് ആക്കി പോകാമായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല. പറഞ്ഞവർ ആരും തന്നെ പുറത്തറിയിക്കുകയും ചെയ്തില്ല. ഇതിപ്പം മരണപ്പെട്ടതിന് ശേഷമാണ് ഇത് വെളിച്ചത്ത് വന്നത്. അപ്പോൾ ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ഇനിയും തെളിയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അദ്ദേഹം ഈ ലോകത്തില്ല. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ക്രൂശിക്കപ്പെടുന്നുണ്ട്. അവസാനം ചിലപ്പോൾ ഒന്നും തെറ്റ് ചെയ്യാത്ത ആളുകളാണ് ഇങ്ങനെ അകപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് ഒരു ആളായിപ്പോയി ജുനൈദ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു പെൺകുട്ടി ട്രാപ്പിൽപ്പെടുത്തുമ്പോൾ ഇവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഇനിയിപ്പോൾ അവളുടെ ജീവിതകാലം മുഴുവനും അവസാനം വരെ
ഒരിക്കലും തൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ള കുറ്റബോധം എന്തായാലും ഉണ്ടാകാതെ വരികയില്ല. ഇപ്പോഴത്തെ സുഖത്തിന് വേറൊരു ജീവിതം കിട്ടിക്കഴിയുമ്പോൾ അന്നേരം വലിയതില്ലായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പം ചിന്തിക്കും താൻ കാരണമാണ് ആ മനുഷ്യൻ മരണപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ എന്തായാലും അവർക്ക് ഒരിക്കൽ ഉറങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ വരണം. അപ്പം വളരെ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ സുഹൃത്തിൻ്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. വാദങ്ങളും വല്ലാണ്ട് ക്രൂശിക്കപ്പെട്ട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളീൻ്റെ ലൈഫിൽ കയറി വന്നതാണ്. ശരിക്കും സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി. അതിന് റിക്കവർ ആകാൻ വേണ്ടിയുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല. അതിൻ്റെ ഇടയിൽ പെണ്ണ് വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കുടുക്കി ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നി